മലയാളത്തിലെ ഫേമസ് ഡയറക്ടറായിട്ടുള്ള ഒമറിക്കയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ സൈഡിൽ വെക്കാം. അത് ഞാനൊന്ന് വായിക്കാം. നീ പുലിയാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയുക, നീ പുലിയാണ്, നിനക്കിതൊക്കെ വേണമെന്ന്. ഇതാണ് എൻ്റെ ഡിമാൻഡെന്ന്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ അതുപോലെ ഡീൽ ചെയ്യാൻ ശ്രമിക്കും. ഇനി നമ്മളെക്കൊണ്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നെ ഒഴിവാക്കും. ഞങ്ങൾ നൽകിയ അന്നം കഴിച്ച് തിന്ന് കൊഴുത്ത് ഞങ്ങളിലൂടെ നിനക്കൊരു വിജയം വന്നതിന് ശേഷം നീ പുലിയാണ്, ഇനി പഴയതുപോലെ വാലാട്ടി നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് നന്ദിയില്ലായ്മയല്ലേ? ഇതാണ് പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? സത്യം പറയാലോ, ഇങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകളുമായിട്ട് കുറച്ച് ടീം വരാറുണ്ട്. അതായത് എന്താണ്, ഏതാണ്, ആരാണ്, ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് ധൈര്യവും ഇല്ല, ഇവർക്ക് അതിനുള്ള ഗട്ട്സും ഇല്ല. പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക, വാ പോയ കോടാലിയോ അല്ലെങ്കിൽ എന്താ ഉണ്ടയില്ല വെടി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ പോസ്റ്റുമായിട്ട് സെലിബ്രിറ്റീസ് വരും. ഇപ്പോൾ സാധാരണക്കാരൊക്കെ പോസ്റ്റ് ഇടുന്നത് ഓക്കെ ഓക്കെ, അതിപ്പോൾ അവരുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരുടെ അവരുടെ ഇടയിൽ മാത്രം കാണുകയുള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ ഇവരെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർ ഇങ്ങനെ അന്തവും കുന്തവും ഇല്ലാണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുന്ന ഇവരെ ഫോളോ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള, അതായത് ഞാൻ ഈ ഒമറിനെ പണ്ടേ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം എന്താണ് ഇതിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പടത്തിലൂടെ വന്നതായിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരാൾ ഇദ്ദേഹം വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു സിനിമയിലേക്ക് വിളിച്ച സമയത്ത് എന്തോ മുടക്ക് പറഞ്ഞു. അതിനുള്ള ഒരു മറുപടി എന്നോണമാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിളിച്ച് പറയാനേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് വരാൻ പോകുന്നവർക്കുള്ള ഒരു താക്കീതാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ആ ഒരു ഡയലോഗ്, ഞങ്ങൾ നൽകിയ അന്നം കഴിച്ച് തിന്ന് കൊഴുത്ത ഞങ്ങളിലൂടെ നിനക്കൊരു വിജയം വന്നതിന് ശേഷം നീ പുലിയാണ്, ഇനി പഴയതുപോലെ വാലാട്ടി നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് നന്ദിയില്ലായ്മയല്ലേ? എൻ്റെ ഒരു അറിവിൽ ഒമർ ലുലു എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുടെ ഹിറ്റായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സോബിൻ സാഹിറിനെയും നമ്മുടെ ഷറഫുദ്ദീനെയും സിജു വിൽസനെയൊക്കെ വെച്ചുകൊണ്ടൊരു പടം ഇറക്കിയില്ലായിരുന്നു, ഒരു ഹാപ്പി വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പടം മാത്രമേ എൻ്റെ ഒരു ഇതിൽ ഹിറ്റായിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വേറെ ഒരു പടമൊക്കെ ഉണ്ട്, മറ്റേ ആ കണ്ണിങ്ങനെ ചിമ്മിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളൊരു പടമില്ലേ, അതൊക്കെ ഹിറ്റാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു സിജു വിൽസനാണോ പറഞ്ഞിട്ടുള്ളത്, അതോ ഷറഫുദ്ദീനെയാണോ പറഞ്ഞിട്ടുള്ളത്? കാരണം ഷറഫുദ്ദീൻ്റെ കഴിഞ്ഞ ദിവസം ഒരു പടക്കളം എന്ന് പറഞ്ഞൊരു പടം നല്ല ഹിറ്റായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഷറഫുദ്ദീനെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പുള്ളി പറഞ്ഞതാണോ? ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ വല്ല കബഡിയും നിരത്തി നോക്കേണ്ടി വരും. വല്ല ജ്യോത്സ്യനെയും വിളിച്ചിട്ട് ഈ ഒമറിൻ്റെ ഈ ഒരു പോസ്റ്റ് കാണിച്ചിട്ട് ഒരു ജ്യോത്സ്യനെ കൊണ്ട് കബഡി നിരത്തി നോക്കിയാൽ ചിലപ്പം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കൊക്കെ പറയാനുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുക, അല്ലെങ്കിൽ അത് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക. അതാണ് കുറച്ചും കൂടി ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ആ ഒരു ഡയലോഗ്, അതാണ് കുറച്ച് പ്രശ്നം. അതായത് ഞങ്ങൾ നൽകിയ അന്നം കഴിച്ച് തിന്ന് കൊഴുത്ത് ഞങ്ങളിലൂടെ നിനക്കൊരു വിജയം വന്നതിന് ശേഷം നീ പുലിയാണ്, ഇനി പഴയതുപോലെ വാലാട്ടി നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് നന്ദിയില്ലായ്മയല്ലേ എന്ന്. അതായത് ഇവരിപ്പോൾ ഒരാളെ കൊണ്ടുവന്നു, ഒരു നായകനാക്കി, അയാൾ ഹിറ്റടിച്ചു, ഓക്കെ, അയാൾ പിന്നെ കുറച്ച് കയറി വന്നു, അപ്പോഴും ഇവരുടെ എല്ലാം മുമ്പിൽ വാലാട്ടി നിൽക്കണം എന്ന് തന്നെയാണോ പറയുന്നത്? ഇവർ കൊണ്ടുവന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഇവർ പറയുന്ന എല്ലാം കേട്ട് എല്ലാത്തിനും തലകുനിക്കി, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ വാലാട്ടി ഒച്ചാനിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയോ? എനിക്ക് തോന്നുന്നില്ല. അതായത് ഇപ്പോൾ ഒരാളെ സിനിമയിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് ഹിറ്റ് കിട്ടി, പിന്നെ അവർക്ക് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നോർത്ത് ആദ്യം നമ്മളെ കൊണ്ടുവന്ന ആൾ പറയുന്ന എല്ലാം കേട്ട് അനുസരണ കാണിക്കാൻ പാടില്ല എന്നല്ല, അനുസരണക്കേട് കാണിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ അയാൾ പറയുന്ന എല്ലാം കേട്ട് വാലാട്ടി നിൽക്കുവാൻ, അത് നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കണം. ഇനി പഴയതുപോലെ വാലാട്ടി നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ പൊന്നമർക്ക, നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ ശരി തന്നെ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും വന്ന് ഇങ്ങനെ വാലാട്ടി നിൽക്കണം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഓവറല്ലേ? അപ്പോൾ അതൊന്നും ശരിക്കും ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളുടെ വിഷമം എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പം
എനിക്കും ഒന്നും മനസ്സിലായില്ല. ആരെക്കുറിച്ചാണ്, ആരോടാണ് ഈ പറയുന്നത് എന്നുള്ളത്. പക്ഷെ എന്തായാലും വാലാട്ടി നിൽക്കാനൊക്കെ പറയുന്നത് കുറച്ച് മോശമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പോയിട്ട് നിന്നെ ഞാൻ സിനിമയിൽ കൊണ്ടുവന്നതല്ലേ, നീ എൻ്റെ മുമ്പിൽ വാലാട്ടി നിൽക്കണം, ഇനി ഞാൻ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നത് അതത്ര ശരിയായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇപ്പം ഈ ഒരു പറഞ്ഞ ഒരു ഡയലോഗിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ കുറച്ച് കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമൻസിനൊക്കെ ചുട്ട മറുപടിയാണ് നമ്മുടെ ഒമർക്ക കൊടുക്കുന്നത്. ഒമർക്ക അല്ലെങ്കിലും അങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അന്നം കൊടുത്തിരുന്നു എന്ന് കരുതി വാലാട്ടി നിൽക്കണമെന്ന് പറയുന്നത് ഇത്തിരി കടന്നു കൈയില്ലേ? വെറുതെ ഒന്നും ആരും അന്നം കൊടുക്കില്ലല്ലോ, പട്ടിയെപ്പോലെ പണിയിച്ചിട്ടും ഉണ്ടാവുമല്ലോ എന്നാണ് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളുണ്ട്. അതായത് ഇതിൽ മെയിൻ ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു ഡയലോഗ് തന്നെയാണ്. പക്ഷേ ആ ഡയലോഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇദ്ദേഹം ഒരു കമൻറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും മനസ്സിലാവും വാലാട്ടി നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. വാലാട്ടി നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ പറയുന്ന എല്ലാ പടത്തിലും അഭിനയിക്കണം, ഇവർ പറയുന്ന എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കണം എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, വേറൊരാളുടെ കമൻ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ കമൻറ്റിൽ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് പറയുന്നത്. ഡാഷ് ഉണ്ടെങ്കിൽ ആളെ പേര് പറഞ്ഞ് പോസ്റ്റ് ഇടൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം താങ്കൾ ഉദ്ദേശിച്ച ആൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കുക, ചുമ്മാ മറ്റുള്ളവരെ പൊട്ടന്മാരാക്കരുത്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതായത് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് എന്താണ്, ഏതാണ്, ആരാണെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യം? ഒരു കാര്യമില്ല. പിന്നെ ഒരു മനസുഖത്തിന് വേണ്ടി പോസ്റ്റ് ഇടാട്ടോ, അങ്ങനെ ഇട്ടതായിരിക്കും ചിലപ്പോൾ ഉമർക്കാം. അപ്പോൾ ഈ ഒരു കമൻറ്റിൻ്റെ ഇടയിൽ ഇദ്ദേഹം വന്നിട്ടൊരു റിപ്ലൈ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇട്ടത് ഇനി എൻ്റെ അടുത്ത് വരാൻ പോകുന്ന പുതിയ പുലികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഇദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ ഞാൻ വിട്ടുപോയ ഒരു ഭാഗമില്ലേ, ആ ഭാഗത്തിനുള്ള മറുപടിയും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മോനെ നജീബെ ഇജ്ജ് വാ, നമുക്ക് ഉറപ്പൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കമൻറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പം ആളുകൾ ചോദിക്കുന്നതിന് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല. കാരണം നിങ്ങൾ അങ്ങനെ ആണല്ലോ, അതായത് അന്തവും കുന്തവും ഇല്ലാണ്ട് ഒരു പോസ്റ്റ് ഇട്ട്, അപ്പോൾ ആ പോസ്റ്റിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതേപോലെ ആളുകൾ ചോദിക്കും, എന്താണ് ഇക്ക പ്രശ്നം, എന്താണ്, ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിക്കും, സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒച്ചപ്പാടാക്കിയിട്ടോ അല്ലെങ്കിൽ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും ഹാപ്പി വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ആരാണ് എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ എന്തായാലും ഒമർക്ക ആരാണ് എന്നുള്ളത് പറയാത്തിടത്തോളം കാലം നമുക്ക് ഇങ്ങനെ ആരായിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് ആരാണെന്ന് പറയുമായിരുന്നെങ്കിൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒമർക്കനെ ആരോ പറ്റിച്ച്, അതായത് ഒമർക്ക കൊണ്ടുവന്ന ആരോ ഒമർക്കനെ പിന്നീട് വാലാട്ടി നിൽക്കാൻ വേണ്ടി തയ്യാറല്ല. എന്തായാലും ആരായിരിക്കും അത്, ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.